ഹായ് മക്കളെ, യെസ് അവന മിസ്സാണ്. അപ്പോൾ നമ്മളെ ബേസിക് സയൻസിൻ്റെ 3rd ചാപ്റ്റർ വെറും ഒരു 20 മിനിറ്റാണ് കേട്ടോ. 20 മിനിറ്റ് ഒന്നും എടുക്കില്ല, അതിനേക്കാട്ട് കുറഞ്ഞ മിനിറ്റാണ് നമ്മൾ 3rd ചാപ്റ്റർ ഒറ്റയടിക്ക് പഠിച്ചു തീർക്കുകയാണ്. അതേ മുന്നേ മിസ് ഒരു കാര്യം പറയട്ടേടാ, നിങ്ങൾക്ക് August 15 വരെയുള്ള ഒരു ഓഫർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിലായിരിക്കും ഒരു വർഷത്തെ കോഴ്സ് കിട്ടുക കേട്ടോ. ഇതിനും അപ്പുറം ഇനി ഒന്നും തരാനില്ല. നിങ്ങൾ വേഗം തന്നെ നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ, അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആവാത്തവരാണെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്താൽ ജോയിൻ ആയിക്കോ. ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം ചെയ്താൽ മതി. ആ ഒരു കമൻറ്റ് ബോക്സിൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിലേക്ക് ജോയിൻ ആവുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ്, അതുപോലെ തന്നെ നോട്ട്സ്, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കിട്ടുന്നതായിരിക്കും. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ ഒരു 3rd ചാപ്റ്ററിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് യൂസേജ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്. അതായത് നമ്മുടെ സസ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അവിടെ സസ്യങ്ങൾക്ക് ജലം ആവശ്യമായി വരുന്നത്. 4 പോയിന്റ് ആണ്. ഒന്നാമത്തത് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, അല്ലേ, ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. പിന്നെയോ പ്രകാശ സംശ്ലേഷണം എടുത്ത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, ഫോർ ഫോട്ടോസിന്തസിസ്, അല്ലേ. ഇനിയോ 3rd വൺ, ആഗിരണം ചെയ്ത ലവണങ്ങൾ എല്ലാ ഭാഗത്തേക്കും, അതായത് സസ്യത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, ടു ട്രാൻസ്പോർട്ട് ദി അബ്സോർബ്ഡ് മിനറൽസ് ടു ദി ലീവ്സ്, അല്ലേ. അതായത് മിനറൽസ് ലീവ്സിൽ നിന്ന് എവിടെയൊക്കെ എത്തിക്കണം, എല്ലാ ഭാഗത്തിലേക്കും എന്ത് ചെയ്യണം, എത്തിക്കണം, അല്ലേ. ഇനിയോ സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നത്. അതായത് നമ്മൾ പറയൂലേ, നമ്മളെ ബോഡിയിൽ വെള്ളം കുടിച്ചാൽ മാത്രമേ ഒരു ഷേപ്പൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്, അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിന്റെ ആ ഒരു പ്ലാന്റ് ബോഡി സ്ട്രക്ചർ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം എന്ത് വേണം, പ്ലാന്റ്സിന് വേണം, അല്ലെങ്കിൽ ജലം നമ്മളെ സസ്യങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ, എക്സാമിന് ചോദിക്കൂട്ടോ. രണ്ടാമത്തെ കാര്യമാണ് സോഡ വാട്ടർ, അല്ലെ. സോഡ വാട്ടർ ഓപ്പൺ ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബബിൾസ് കാണാൻ കാരണം? ഈസിലി നമുക്ക് പറയാൻ പറ്റും, എന്താണ്, യെസ്, അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതിനുള്ളിൽ ആരുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളിലേക്ക് ഉള്ളത്, അല്ലേ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അത് നട്ട് തുറക്കുമ്പോൾ നമുക്ക് ആ ഒരു ബബിൾസ് ഇങ്ങനെ പുറത്ത് പോകുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് ലയിപ്പിച്ചത് കൊണ്ട്, അല്ലേ, ഡിസോൾവ് ആയതുകൊണ്ടാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പോകുന്ന ബബിൾസ് പോകാൻ കാരണം, അല്ലേ. അങ്ങനെ നമ്മളെ വെള്ളത്തിൽ, നമ്മളെ ജലത്തിൽ, അല്ലേ, കുറേ വസ്തുക്കൾ ലയിപ്പിക്കാൻ പറ്റും. അതുപോലെ ജലത്തിന് കുറേ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുമുണ്ട്, അല്ലേ. അപ്പോൾ നിങ്ങൾ ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനി കേട്ടിട്ടില്ലേടാ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതാ നോക്കടാ, സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ, അല്ലേ. 3 ആൾക്കാരുണ്ട്, ലീനം, ലായകം, ലായനി, അല്ലേ. അപ്പോൾ നമ്മൾ നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരും. ആ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് ഏതാണ്, സോൾവെന്റ് ഏതാണ്, ഒരു ലായനി തന്നിട്ട് നിങ്ങൾക്ക് ഇതിലെ ലായകം ഏതാണ്, ലീനം ഏതാണെന്ന് എഴുതാൻ ചോദിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര, അല്ലേ. നമ്മൾ പറഞ്ഞു ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര വെള്ളം. ഈ ഒരു പഞ്ചസാര വെള്ളത്തിൽ ഏതാണ് ലയിപ്പിക്കുന്നത്, ഏതാ? അതെ, പഞ്ചസാരനെയാണ് ലയിപ്പിക്കുന്നത്. ഷുഗറിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ ഷുഗർ ഏതാ, സൊല്യൂട്ട് ആണ് അല്ലെങ്കിൽ ലീനാണ്, അല്ലെ. ഏതിലേക്കാണ് ലയിപ്പിക്കുന്നത്, ഏതിലേക്കാ? അതെ, വെള്ളത്തിലേക്കാണ്. അപ്പൊ വെള്ളം എന്താ, സോൾവെന്റ് അല്ലെങ്കിൽ എന്താ, ലായകമാണ്, അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഷുഗറിൻ്റെയോ അല്ലെ അതുപോലെ തന്നെ സാൾട്ടോ ഒക്കെ ചോദിക്കാം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് ഈ ഒരു സോഡ വാട്ടറിലുള്ള സൊല്യൂട്ട് ഏതാണ്, സോൾവെന്റ് ഏതാണെന്നൊക്കെ ചോദിക്കും. നിങ്ങളോട് മാക്സിമം ചോദിക്കുക സോഡ വാട്ടറിലുള്ള ആ ഒരു സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം ഏതായിരിക്കും തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അത് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, നോക്കിക്കോടാ. അതായത് സോഡ വാട്ടർ അല്ലെങ്കിൽ സോഡ വെള്ളത്തിൽ ആരുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനാണ് നമ്മൾ ലയിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ലീനം അല്ലെങ്കിൽ അതാണ് ലായകം. ഓക്കെ, അതായത് നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോഡ വാട്ടറിലുള്ള സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം ഏതാണെന്ന് കേട്ടോ. അപ്പൊ നോക്കിക്കോളാം, നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡിനാണ് ലയിപ്പിക്കുന്നത്, അതാണ് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം. പിന്നെ എന്താ, സോൾവെന്റ്, അല്ലെ. സോൾവെന്റ് ഏതാ, നമുക്കറിയാം, വാട്ടർ തന്നെയായിരിക്കും. ഇനിയാണ് നമ്മളെ ബ്ലൂ വിട്രോൾ അല്ലെങ്കിൽ തുരിശ്, അല്ലെ. തുരിശ് ലായനി. ഈ തുരിശ് ലായനിയിൽ ആരെ ലയിപ്പിക്കുക, ആരെ ഡിസോൾവ് ചെയ്യുക? യെസ്, അത് തുരിശിനെ തന്നെയാണ്, അല്ലെ. അല്ലെങ്കിൽ ബ്ലൂ വിട്രോൾ തന്നെയാണ്. ഏതിലാണ് ലയിപ്പിക്കുക, വാട്ടറിലാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, സോൾവെന്റ് എല്ലാം വാട്ടറാണ്. അപ്പോൾ വാട്ടർ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് വിളിക്കാൻ പറ്റും. മറക്കണ്ട, വാട്ടർ നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ
സോൾവെന്റ് എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഒരു ടാബിളാണ് ഇത്. നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചോദിക്കും നോക്കിക്കോ, സുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ ചോദിക്കും, ഈ ഒരു സോഡ വാട്ടർ എന്തായാലും ചോദിച്ചിരിക്കും, അതുപോലെ ബ്ലൂ വിട്രോളും ചോദിച്ചിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബാഷ്പീകരണം അല്ലെങ്കിൽ എന്താണ് വേപ്പറൈസേഷൻ. എന്താണടാ, നമ്മളെ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്കും വ്യാപിക്കുന്നതിനാണ് നമ്മളെ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബാഷ്പീകരണം 3 സ്റ്റേജിൽ നടക്കാം. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം അല്ലെ. എന്താ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇങ്ങനെ 3 തരത്തിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്. നമുക്കിവിടെ പഠിക്കാനുണ്ട് അല്ലെ. ഏതൊക്കെയാ? ഈ 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അല്ലെങ്കിൽ മഴവെള്ള സംഭരണി, ചെക്ക് ഡാം അല്ലെങ്കിൽ എന്താ തടയണ, സ്റ്റോൺ വോൾ അല്ലെങ്കിൽ കയ്യാഴ, പിന്നെ കിണർ റീചാർജിങ് അല്ലെങ്കിൽ വെൽ റീചാർജിങ്. ഈ 4 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡും നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനൊപ്പം ഒരു വെള്ളത്തിന്റെ സവിശേഷത നിങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? മണമുണ്ടോ? ഓർഡർ ഉണ്ടോ? വെള്ളത്തിന് ഓർഡർ ഇല്ല. പിന്നെ എന്താ? വെള്ളത്തിന് നമുക്ക് എന്താ കളർ ഉണ്ടോ? നിറമുണ്ടോ? വെള്ളത്തിന് നിറമില്ല. വെള്ളത്തിന് ഷേപ്പ് ഉണ്ടോ? വെള്ളത്തിന് ഷേപ്പ് ഇല്ല അല്ലെങ്കിൽ ആകൃതി ഇല്ല. വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ? രുചിയുണ്ടോ? ഇല്ല, വെള്ളത്തിന് ടേസ്റ്റും രുചിയും ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ അത് അത്രത്തോളം നമ്മളെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് വെള്ളം അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ വെള്ളത്തിന്റെ യൂസേജ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതൊക്കെ നോർമലി ചോദിക്കുന്നതാണ്. അപ്പൊ മിസ് ഇവിടെ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. ഷുവർ ആണ് മിസ്, ഗ്യാരണ്ടി ആണ്, എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്, ഇത് എന്തായാലും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസും കൂടുതൽ ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് ഓണം എക്സാമിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ആരും വൈകേണ്ട, വേഗം തന്നെ ജോയിൻ ആയിക്കോളൂ. അതുപോലെ നമ്മുടെ ബാച്ച് ഓഫർ ഓഗസ്റ്റ് 15 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്തോ, ജോയിൻ ആയിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊന്നും നമ്മളെ ആപ്പ് നിന്നൊക്കെ ഇനി മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈ.